എക്സാമുകളുടെ കാലം വരുന്ന സമയത്ത് ഒരുപക്ഷെ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, കുട്ടികളും ശ്രദ്ധിച്ച ഒരു കാര്യം ഉണ്ടായിരിക്കും, ഒരുപാട് മക്കൾക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോഴേക്ക് നമ്മൾ വീടുകളിൽ എപ്പോഴും പറയുന്നത് എന്താ തല്ലോ, പരീക്ഷ ആയാൽ അവന് ഭയങ്കര അസുഖങ്ങൾ, എപ്പോഴും അവന് ഹോസ്പിറ്റലില്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരു എനിക്ക് മെസ്സേജ് അയച്ച സാറ് പറഞ്ഞ സത്യ, എനിക്ക് ഈ മോഡൽ എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല, ഞാൻ ആകെ 2 എക്സാം മാത്രമേ എഴുതിയിട്ടുള്ളത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ അഡ്മിറ്റ് ആയിരുന്നു സർ. ഇനി SLC ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര പേടിയാവുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ കാര്യം എനിക്ക് മക്കളോടാ പറയാനുള്ളത്, മക്കളെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വെക്കാം, ഈ എക്സാമുകളെല്ലാം നമ്മൾ എന്തായാലും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. നമ്മളെന്ന് മാത്രമല്ല, നിങ്ങൾ ഒരാൾ മാത്രമല്ലല്ലോ, കേരളത്തിലെ മൊത്തം കുട്ടികൾ എന്തായാലും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. സോ അതുകൊണ്ട് നമ്മൾ അതിൽ അമിതമായിട്ട് പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മാക്സിമം മോഡൽ എക്സാമുകളും മറ്റ് എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഒന്നും കൂടെ കോൺഫിഡൻറ്റോട് കൂടെ പരീക്ഷയിലേക്ക് ആദ്യമേ തയ്യാറെടുത്തിരിക്കുക. ആദ്യമേ തയ്യാറെടുത്താൽ ഓട്ടോമാറ്റിക്കലി ഒരിക്കലും നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനേഷൻ്റെ സമയത്തുള്ള അസുഖങ്ങൾ, അത് ശരിക്കും നമ്മുടെ മെൻ്റലി ആയിട്ട് നമുക്ക് വരുന്ന അസുഖങ്ങളാണ്. സോ അതിനെ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കളോടാണ്. എല്ലാ രക്ഷിതാക്കളും മക്കൾക്ക് ഇപ്പം ചെറിയ ക്ലാസ്സുകൾ മുതലേ, ഇപ്പം ഞാൻ പല രക്ഷിതാക്കളോടും സംസാരിച്ചിട്ടുണ്ട്. അതിൽ പലപ്പോഴും കേൾക്കുന്ന വാക്ക്, ഇപ്പോൾ ആ ഒരു മോളൊക്കെ എന്നോട് പറഞ്ഞതിലൊക്കെ ഞാൻ കേട്ട കാര്യം എന്ന് പറഞ്ഞാൽ, സാറേ ചെറുപ്പം മുതലേ അവന് ഈ അസുഖങ്ങളുണ്ട്, അപ്പോൾ പരീക്ഷകളൊന്നും എഴുതാറില്ല, ഏറ്റവും അവസാനമായിട്ട് 10ാം ക്ലാസ്സിലെ പരീക്ഷ സാർ എഴുതുന്നത് എന്ന് പറഞ്ഞ ഒരു രക്ഷിതാവിനെ വരെ എനിക്ക് ഓർമ്മയിലുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് ഒരു എക്സാം വരുന്ന സമയത്ത് അസുഖം വരുന്നു എങ്കിൽ മക്കളുടെ ഹെൽത്തിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്നല്ല, ഹെൽത്തിനെ നിങ്ങൾ ശ്രദ്ധിക്കണം, അസുഖത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതേസമയം അവർക്ക് പറ്റുമെങ്കിൽ നല്ലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക. കൗൺസിലിംഗ് കൊണ്ടുപോകുന്ന ഒരിക്കലും തെറ്റായ കാര്യമൊന്നുമല്ല. ആ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക. അതുപോലെ തന്നെ അവരെ നിങ്ങൾ മെന്റലി മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അവരോട് അന്നത്തെ ദിവസം മാക്സിമം നിങ്ങൾ പറയേണ്ട വാക്ക് എന്താ, ഒരു അസുഖമൊക്കെ വന്നിട്ട് അവർ പറയും ചിലപ്പോൾ എന്തെയല്ല, എനിക്ക് ഇന്നലെ ഒന്നും പഠിക്കാൻ പറ്റില്ല അമ്മയെ, ഞാൻ എക്സാം എഴുതുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് നീ ജസ്റ്റ് ഒന്ന് പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്തോ, മാർക്ക് എന്തായാലും കുഴപ്പമില്ല, നീ തോറ്റാലും കുഴപ്പമില്ല, നീ ജസ്റ്റ് ഒന്ന് പോയിട്ട് അറ്റൻഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് എക്സാമുകളെ മാക്സിമം അവർ അറ്റൻഡ് ചെയ്യിക്കും. അല്ല എങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അവിടെ ലൈഫ് ലോങ് അവർ ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് വരും. അവരൊരുപാട് എക്സാമുകൾ അറ്റൻഡ് ചെയ്യേണ്ട മക്കളാണ് ഇനിയും അങ്ങോട്ട്. അവരൊരുപാട് ജീവിതത്തിൽ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ട മക്കളാണ്. അവർ നമുക്ക് ഇവിടുന്ന് കോൺഫിഡൻ്റ് ആക്കിയിട്ട് മാറ്റാം.